കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണതിൽ കരാർ കമ്പനിക്കെതിരെ നടപടി വന്നേക്കും. സ്ഥലത്ത് മണ്ണ് നീക്കി തുടങ്ങി. 7 ഹിറ്റാച്ചികൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗത്തിൽ ദേശീയപാത അധികൃതരും ജനപ്രതിനിധികളും കരാർ കമ്പനി അധികൃതരും പങ്കെടുക്കും. കൊല്ലം തിരുവനന്തപുരം പാതയിൽ ഗതാഗത നിയന്ത്രണം തുടരും. വിവരങ്ങളുമായി ദിലീപ് ദേവസിയും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ആദ്യം അർജുൻ കല്യാടിലേക്ക് വന്നാൽ, അർജുൻ കല്യാട്, നിലവിൽ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തുടരുന്നുണ്ടോ? കാരണം ചതുപ്പ് നികത്തിയുള്ള നിർമ്മാണമാണെന്ന് നാട്ടുകാരടക്കം പറയുന്നതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. പൊളിഞ്ഞ പാതയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് കിട്ടുന്ന വിവരം? സുജി, എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഈ പറയുന്ന മണ്ണ് നീക്കിക്കൊണ്ട് വീണ്ടും ഏത് രീതിയിലായിരിക്കണം ഇതിൻ്റെ തുടർ പ്രവർത്തനം എന്നത് ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് കാര്യമായി നടക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. കാരണം കൊല്ലത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മണ്ണ് നീക്കിക്കൊണ്ട് ഒരു ഭാഗത്തുകൂടെ സർവീസ് റോഡ് വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയും മറുഭാഗത്ത് ആരംഭിക്കുന്നത്. 7 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 20ഓളം തന്നെ വലിയ ടോറസ് ലോറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണ് നീക്കം ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ നിന്നും കാണുന്ന കാഴ്ച പ്രകാരമാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ക്യാമറയുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തുള്ള മണ്ണ് അത് പൂർണ്ണമായും മണലാണ് എന്നത് വളരെ വ്യക്തമാണ്. കാരണം കൃത്യമായ രീതിയിൽ മണ്ണ് നിറച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയാണ് നടത്തേണ്ടതെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് മണൽ രൂപത്തിലുള്ള വളരെ വേഗം ഊർന്നു പോകാൻ പാകത്തിലുള്ള മണ്ണാണ്, അല്ലെങ്കിൽ മണലാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണം ഇതിനകത്ത് അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് കാണുന്ന കാഴ്ച പ്രകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടെ രണ്ടു ഭാഗത്തും ഈ പറയുന്ന ഈ റോഡിൻ്റെ ദേശീയപാതയുടെ ഇരുവശത്തും വയലാണ്. വയൽ എന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന കാണുന്ന പ്രദേശത്ത് മാത്രമല്ല, ഏകദേശം ഇവിടെ നിന്നും ഒരു 100 ഏക്കർ സ്ഥലത്ത് ഇത്തരത്തിൽ ഈ വയലുണ്ട് എന്നുള്ളതാണ്. നീണ്ടു കിടക്കുന്ന ഒരു വയലാണ്. ആ വയലിന് നടുവിലൂടെ ഒരു വെള്ളം കടന്നു പോകാനുള്ള ഒരു ചാലുണ്ട്. അപ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വെള്ളം സുഗമമായി ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഇവിടെയുള്ള നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. നേരത്തെ കൂരിയാട് അപകടമുണ്ടായ സമയത്തെല്ലാം ഈ പറയുന്ന നാട്ടുകാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ കരാർ കമ്പനിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ഇത്തരം പ്രവൃത്തിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇതിൻ്റെ രണ്ട് വശത്തും നാട്ടുകാർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിന്റെ രണ്ടു വശത്തും ഈ പറയുന്ന ഏലയാണ്. തഴുത്തല ഏലയാണ് ഇത് രണ്ട് സൈഡും. ഇത് പണ്ട് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള പഴക്കമുള്ള ഏലയാണിത്. ഇത് മൊത്തം ചെളിയാണ്. ഇത് ചെളിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെളിയിൽ എത്ര അഴുക്ക് മണ്ണ് കൊണ്ടിട്ടിട്ട് റോഡ് പണിയാൻ ശ്രമിച്ചാൽ ഇത് ഇനിയും താരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായം. ഞങ്ങളിത് പല പ്രാവശ്യവും അവരടുത്ത് പറഞ്ഞതാണ്. പല പ്രാവശ്യവും പറയുമ്പോഴും അവർ നമ്മൾ തർക്കം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അരമണിക്കൂർ 15 മിനിറ്റിനകത്ത് ഒരു വാൻ പോലീസ് ഇവിടെ വന്ന് കിടക്കും. പിന്നെ ആക്കും ഇവിടെ വന്ന് തർക്കം പറയാൻ ഒക്കത്തില്ല, ചോദിക്കാൻ ഒക്കത്തില്ല. 2 ദിവസം വരെ ഈ തർക്കം പറഞ്ഞ ആ സമയം തൊട്ട് 2-3 ദിവസം വരെ ഈ പോലീസ് ഇവിടെ കാണും. ഇവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പും ഈ പറയുന്ന NHAയുടെ ആളുകളൊക്കെ ഇവിടെ വന്നപ്പോഴും ഈ കരാർ കമ്പനിയുടെ ആൾ വന്നപ്പോഴും ഒക്കെ നാട്ടുകാർ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പല പ്രാവശ്യവും നാട്ടുകാർ പറയുക മാത്രമല്ല വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. വഴക്കുണ്ടാക്കുമ്പോഴേ അവരാരും ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറല്ല. ഇട്ടേക്കുന്നത് ഈ പറയുന്നത് മണലാണ്. സത്യത്തിൽ മണലെന്ന് പറഞ്ഞാൽ ഇത് ഈ ശാസ്താംകോട്ട കായലിൽ നിന്ന് സർക്കാർ ഓർഡർ പ്രകാരം കൊണ്ടുവന്നിട്ട ചെളിയും മണ്ണും കൂടെ ചേർന്നതാണ്. ചെളിയുടെ പുറത്തൂടെ ഈ മണ്ണും കൂടെ കൊണ്ടുവന്നിട്ടാൽ താരുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇന്നലെ തന്നെ ആ ഉണ്ടായ സംഭവം ഒരു വളരെ ഭീകരമായൊരു സംഭവമാണ്. ഈ താന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 10-20 അടിയോളം മൊത്തത്തിൽ ഇത് താന്ന് പോയി, കുഴിഞ്ഞ് താന്ന് പോയിടം കൊണ്ട് ഏതാണ്ട് 33 പിള്ളേരുമായിട്ട് കിംസ് സ്കൂളിലെ ബസ് വന്ന് ആ നിൽക്കുന്ന സമയത്ത് ആ നടുക്കെത്തിയപ്പോഴാണ് ഈ മലന്നത് തിരിച്ച് അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഈ 33 കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇതിന്റെ പണി കഴിഞ്ഞിരുന്നെങ്കിലേ ഇതുവഴി 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി പോകുന്നതാണ്. ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ പണി പൂർത്തിയായനെ. ഏതാണ്ട് ടാറിങ് മിഷ്യൻ വരെ കൊണ്ടുവന്ന് ബാക്കിൽ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വാനം തോണ്ടി ബില്ലർ അടിയിൽ നിന്നേ ഇട്ടിരുന്നുവെങ്കിൽ ഇത് ഇത്രയും ഒരു ഭീകര സംഭവം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പം ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തോണ്ടരുത്, ഇന്ന് 10 മണി കഴിഞ്ഞ്
ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടേ ഇത് ചെയ്യാവൂ എന്ന് ഇന്നലെ രാത്രി MP 10 മണിക്ക് ഇവിടെ വന്നപ്പം MPക്ക് ഉറപ്പ് കൊടുത്ത്. അവർ MP പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ 10-15 വാഹനവുമായിട്ട് വലിയ വലിയ വാഹനം കൊണ്ടുവന്ന് ഇപ്പൊ പറഞ്ഞ അടിയിലൊന്നും ഒരു പില്ലറോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഭാഗങ്ങളോ ഇല്ല, വെറും മണ്ണിട്ട് നിറക്കുക മാത്രമാണ്. അത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാത്രിയുടെ മറവിൽ തന്നെ ഈ മണ്ണെല്ലാം ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടന്നത്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാം മാറ്റി തീർന്നേനായിരുന്നു. ഇത് ഒരുപാട് മണ്ണുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പണി ഇവിടെ നടക്കാഞ്ഞതും റോഡ് പൊളിഞ്ഞത് കൊണ്ട് മാത്രമാണ് പോകാഞ്ഞത്. അല്ലെങ്കിൽ ഇവർ ഇതിനകത്ത് കോൺക്രീറ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവർ ഇത് ചെയ്തു പോയത്. ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതായിരുന്നു. കാരണം ഇത്രയും ഒരു ചതുപ്പ് പ്രദേശത്ത് സുജിയ, ഈ ചതുപ്പ് പ്രദേശത്ത് ഒരിടത്ത് പോലും ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങൾ ഇതിൽ അടിയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. സാധാരണ ഇതിൽ ചതുപ്പുള്ള പ്രദേശത്ത് നിർമ്മാണം നടത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ഭാഗവും ഇതിപ്പോൾ പൊളിഞ്ഞു വീഴുമ്പോഴാണ് ഇതിനകത്ത് കേവലം മണ്ണ് മാത്രം, മണ്ണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല, വെറും മണൽ കൊണ്ട് നിറച്ച്, വെറും അഴുക്ക് മണലുകൾ പലയിടങ്ങളിൽ നിന്നായി കൊണ്ട് നിറച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. എന്തായാലും ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഒരു യോഗം ഇന്നിപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ജനങ്ങളുടെ വികാരം എന്തായാലും ജനപ്രതിനിധികൾ ഈ യോഗത്തിനകത്ത് ഉന്നയിക്കും. അതിനകത്ത് അശാസ്ത്രീയമായിട്ടുള്ള നമുക്കൊന്ന് നോക്കാം. അർജുൻ കല്യാൺ, നമ്മുടെ ദിലീപ് ദേവസ്യ അവിടെയുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ പൊളിഞ്ഞതാണ്, വൈകുന്നേരം പൊളിഞ്ഞു, അതിനുശേഷം എല്ലാവരും ഓടിയെത്തി അടിയന്തര നടപടികളിലേക്ക് മണ്ണ് നീക്കലിലേക്കൊക്കെ പോകുന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം, അതിലൊക്കെ ഒരു തീരുമാനമെടുക്കാനുള്ള യോഗം എപ്പോഴാണ്, നടപടി ഉണ്ടാകും? സുജിയ, ഇന്ന് 10 മണിക്കാണ് കലക്ടറെ വിളിച്ചിരിക്കുന്ന അടിയന്തര യോഗം നടക്കുന്നതിൽ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയും ഒപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒപ്പം നാട്ടുകാരിൽ ചില ആളുകളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനു മുൻപ് തന്നെ സുജിയ, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കാണുന്നത് ഇവിടെയുള്ള, അതായത് അപകടം നടന്നതിന് തൊട്ട് താഴത്തുള്ള ഒരു കലുങ്കാണ്. ഈ കലുങ്കാണ് 2 വയലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ സ്ഥലം. ഈ കലുങ്ക് ഇടിഞ്ഞതാണ്, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഈ കലുങ്കിൻ്റെ കോൺക്രീറ്റ് ഇടിഞ്ഞതാണ്. ഈ ഇടിഞ്ഞതോട് കൂടെ തന്നെ 30 അടി ഉയരത്തിൽ കെട്ടിപ്പൊന്തിച്ച ദേശീയപാത ഈ ഭിത്തി, അതായത് സർവീസ് ഭിത്തി ഉണ്ടായിരുന്നു. ആ ഭിത്തി ഇടിയുകയും ഒപ്പം തന്നെ റോഡ് തിങ്ങി നീങ്ങുകയുമാണ് ചെയ്തത്. നോക്കും, ഈ ദൃശ്യങ്ങളിൽ കാണാം സുജിയ, അവിടെ ഈ കോൺക്രീറ്റ്, അത് കലുങ്കിൻ്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ ഭാഗം കാണാം. ആ ഭാഗത്താണ് ഇന്നലെ ഈ കുട്ടികളുമായി വന്ന, അതായത് 36 കുട്ടികളുമായി വന്ന സ്കൂൾ ബസ്സും ഒപ്പം തന്നെ 3 കാറുകളും ഉണ്ടായിരുന്നു. ഈ ഭാഗത്തെത്തിയപ്പോഴാണ് ഈ കലുങ്ക് ഇടിയുകയും ചെയ്തത്. ഒപ്പം ഈ സർവീസ് റോഡിന് വിണ്ടു കയറുകയും ഈ ഭിത്തി, അതായത് ഇതിൻ്റെ ഭിത്തി തള്ളി നീങ്ങുകയുമാണ് ചെയ്തത്. ഒപ്പം തന്നെ മണ്ണ് നീങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ അപകടമുണ്ടായത്. നമുക്ക് ഈ സ്ഥലം ഒന്നുകൂടി കാണിക്കാവുന്നതാണ്. അതായത് ഇവിടെ വയൽ പ്രദേശമാണ് എന്നുള്ളതിന് കൃത്യമായി കാണാവുന്ന ഈ വയൽ പ്രദേശത്ത് എങ്ങനെയാണോ നിർമ്മാണം നടത്തുന്നത്, ഇവിടുത്തെ മണ്ണ് പരിശോധിക്കാതെ ഇവിടെ നിർമ്മാണം നടത്തി എന്നുള്ളത് നേരത്തെ തന്നെ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടുകാർ അത് പരാതിയായി പറയുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്തത്. മണ്ണ് പരിശോധിക്കാതെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നു. ഒപ്പം തന്നെ ഈ വയലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുണ്ടായിരുന്ന ചെറിയ കലുങ്ക്, ആ കലുങ്കിൻ്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇടിഞ്ഞതിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കലുങ്ക് ഇടിഞ്ഞതാണ് ഈ പ്രധാനപ്പെട്ട ഈ റോഡിൻ്റെ അപകടത്തിന് കാരണമാകുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാരടക്കം, ചേട്ടാ, ഈ കലുങ്ക് ഇവിടെ ഇത് പോരാ, അല്ലെങ്കിൽ ഈ വയലുകൾ ബന്ധിപ്പിക്കുമ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമാണെന്നടക്കം നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഇത് വർഷങ്ങളായി ഇവിടെ ചതുപ്പ് പ്രദേശമാണ്. ഈ കലങ്ക് ഇപ്പോൾ ചെയ്തത് തന്നെ ശാസ്ത്രീയമല്ല. കാരണം ഇത് നാഷണൽ ഹൈവേയുടെ നേരെയുള്ള റോഡ് ചെയ്യുമ്പോൾ ഇതിന് പുട്ടിങ്, അതായത് പില്ലർ പോലും നിർത്താതെ ഒറ്റ ബീമിനകത്ത് ഇത് ചെയ്ത് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. 19 കുട്ടികൾ വന്ന വണ്ടി വരെ ഇതിനകത്ത് കുടുങ്ങിപ്പോയി. ആ വണ്ടി കുടുങ്ങി എങ്ങനെയാണ്, ദൈവഭാഗ്യം കൊണ്ടായിരിക്കാം അത് കൊച്ചുങ്ങൾക്കൊന്നും അപകടം ഉണ്ടാവാതെ പോയതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ഇവിടെ സംഭവിക്കും. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമരം അടക്കം ചെയ്തതാണ്. അപ്പുറത്ത് സമരം അടക്കം ചെയ്തിട്ടുണ്ട്. അതുമല്ല, ഇതിവിടെ വലിയ ഈ മണ്ണിടാതെ തന്നെ ചെയ്യണമെന്നാണ്, ഈ ചതുപ്പ് പ്രദേശത്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇവർ അംഗീകരിക്കാതെ അത് മാത്രമല്ല, ഇത് ഇവിടെ ഇട്ടിരിക്കുന്ന മണ്ണ് തന്നെ ഉറപ്പുള്ള മണ്ണല്ല ഇട്ടിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു പാളിച്ചയാണ്. ഇപ്പം തന്നെ ഈ കലങ്ങ് ചെയ്തത് തന്നെ തെറ്റായ രീതിയിലാണ് കലങ്ങ് ചെയ്തിരിക്കുന്നത്. അതിന് സേഫ്റ്റി ഇല്ല.
സുജിയ, എന്തായാലും ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ, അതായത് ഹെവി വെഹിക്കിൾസ് ആലപ്പുഴ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അത് KMML ഭാഗത്തു നിന്ന് തിരിഞ്ഞ് ഭരണിക്കാവ് കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നും, കൊല്ലം നഗരത്തിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങൾ അത് കുണ്ട്ര വഴി കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുമാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്ലാതെ വാഹനങ്ങൾ തീരദേശ വഴി പരവൂർ വഴി പോകുകയും ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പൊഴിക്കര വഴിയും പോകാം. അതായത് മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ഗതാഗത നിയന്ത്രണങ്ങളില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചാത്തന്നൂർ വഴി ഈ കൊട്ടിയ എത്തുന്നതിന് മുൻപ് മേവറം ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് ചാത്തന്നൂർ എത്തിക്കഴിഞ്ഞാൽ ചാത്തന്നൂർ ഭാഗത്ത് നിന്ന് പോകുന്നത് ഏകദേശം 100 മീറ്ററോളമാണ് ഇപ്പോൾ ഈ റോഡ് ഇടിയുകയും ചെയ്തത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സുജി, ആ കലുങ്ക് കാണാം. പ്രധാന അപകടത്തിന് കാരണമായത് ഈ കലുങ്കാണ്. ഈ കലുങ്കിന് മുകളിലാണ് ഇത്രയും വലിയ മണ്ണ് കൊണ്ടിടുകയും ഒപ്പം തന്നെ ഈ ഭിത്തി അടക്കം നിർമ്മിക്കുകയും ചെയ്തു. ഈ ഭിത്തി ഇടിഞ്ഞ് നീങ്ങിയത്, ഈ കലുങ്ക് പൊട്ടിയതോട് കൂടെ തന്നെയാണ് ആ മണ്ണ് താഴുകയും ഒപ്പം റോഡ് വിണ്ടു കീറുകയും അതെ, കൊല്ലത്തെ ദേശീയപാത എങ്ങനെയാണ് തകർന്നത് അതാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യയും അർജുൻ കല്യാണും വിശദീകരിച്ചത്. അടിയന്തര യോഗം 10 മണിക്കാണ്. അപാകതകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കി നമുക്ക് തെക്ക് വടക്ക് ഗംഭീരമായിട്ട് യാത്ര ചെയ്യേണ്ട ദേശീയപാതയാണ്. അപ്പോൾ ആ പണിയൊക്കെ പൂർത്തിയാകട്ടെ, അപാകതകൾ പരിഹരിക്കപ്പെടട്ടെ. എന്താണ് അവിടെ ഉണ്ടായ അശാസ്ത്രീയ നിർമ്മാണം എന്നുള്ളതും പരിഹരിക്കുകയും പരിശോധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ